ആലപ്പുഴയിൽ അപകടത്തിൽ മരിച്ച കണ്ണൂർ മാട്ടൂൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മരണവാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് നാടും വീട്ടുകാരും. മരണവാർത്ത അറിഞ്ഞ് നിരവധി ആളുകളാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ വെങ്ങര സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരുൾപ്പെടെയുള്ളത്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ പ്രതിനിധിയുമായ ഗഫൂറാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ കുടുംബം അറിഞ്ഞിരുന്നു, എന്താണ് ഇപ്പോൾ ഒരു അവസ്ഥ? എന്താണ് കുടുംബം രാത്രിയോടുകൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ബന്ധുമിത്രാദികളും നാട്ടുകാരും ഈ വാർത്തയുടെ ഒരു നെട്ടലിലാണുള്ളത്. ഇപ്പോഴും ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു വലിയ നെട്ടൽ. കാരണം ഒരു 2 മാസം മുമ്പാണ് ഈ വീട്ടിൽ ഇവർ താമസം ആരംഭിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത മാടായി പഞ്ചായത്തിലെ മുട്ടത്തായിരുന്നു ഇവർ ആദ്യം താമസിച്ചത്. അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് 2 മാസം മുമ്പാണ് താമസം മാറിയിട്ടുള്ളത്. ആ 2 മാസത്തിൻ്റെ ഇടയിൽ തന്നെ ഈ മുഹമ്മദ് ഈയിടെയുള്ള ആളുകളുമായി നല്ലൊരു ബന്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ നേരത്തെ പ്രവാസിയായിരുന്നു. 10ാം ക്ലാസ് വരെ സൗദിയിലായിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷം 2 വർഷം നാട്ടിൽ പഠിച്ചു. നല്ല മെറിറ്റോടുകൂടി, നന്നായി പഠിക്കാൻ കഴിയുന്ന മെറിറ്റോടുകൂടി തന്നെ പഠിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ സുഹൃത്താണ് മുഹമ്മദിൻ്റെ പിതാവ് അബ്ദുൾ ജബ്ബാർ. എനിക്ക് വളരെ ചെറുപ്പം തന്നെ ഈ കുടുംബത്തിനെ നന്നായിട്ട് അറിയാം. നല്ല വിനയമുള്ള, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നല്ല വിനയമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആളുകളോടൊക്കെ വളരെ നന്നായി ചിരിച്ച് വിനയത്തോടു കൂടി ഇടപെട്ട് ആളുകളൊക്കെ നന്നായി ഇടപെടുന്ന ഒരു നല്ലൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്തിലെ ആളുകൾക്ക്, അതുപോലെ തന്നെ അവർ നേരത്തെ താമസിച്ച സ്ഥലങ്ങളിലെ ആളുകളും വലിയ നട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ഇതിൻ്റെ ഒരു അമ്പരപ്പ് നാട്ടുകാരെ സംബന്ധിച്ച് മാറിയില്ല. ആളുകൾ വിശ്വസിച്ചിട്ടില്ല. പരസ്പരം ചോദിച്ചറിഞ്ഞുകൊണ്ട് ആളുകൾ ഈ പ്രദേശത്തേക്ക് ഈ വീട്ടിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മദിന്റെ പിതാവ് വിദേശത്തല്ലേ, എപ്പോഴാണ് അദ്ദേഹം എത്തുക? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ട്? 12 മണിയോടുകൂടി അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്ന് അവിടുന്ന് അവർ ഒന്നിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനമാണ് ആക്കിയിട്ടുള്ളത്. അവിടുന്ന് നടപടിക്രമങ്ങൾ 1 മണിയോടുകൂടി പൂർത്തീകരിച്ച് രാത്രി 8 മണിയാകുമ്പോഴേക്കും ഈ വീട്ടിലേക്ക് എത്തിച്ചേരാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള വേദാമ്പ്ര ജുമാ മസ്ജിദിലാണ് കബറടക്കത്തിനുള്ള സൗകര്യങ്ങളും മറ്റു ജനങ്ങൾക്ക് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഈ താങ്കൾ തന്നെ പറഞ്ഞു, നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിവരം അറിഞ്ഞ് വീട്ടിലേക്ക് വരുന്നൊരു തന്നെ ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഒരു വലിയ നെട്ടൽ ഈ സംഭവത്തിനെ സംബന്ധിച്ചിട്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്തയാണ്. ആളുകൾ ശരി തന്നെയാണോ എന്ന് പരസ്പരം അന്വേഷിച്ചിട്ടുകൊണ്ടാണ് ആളുകൾ ഈ വീട്ടിലേക്ക് ഇപ്പം ധാരാളമായി രാവിലെയോടുകൂടി കടന്നു വരുന്നൊരു സാഹചര്യം. തീർച്ചയായും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന, ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഞങ്ങളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഒരു ദുഃഖവും നെട്ടലിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കാര്യങ്ങൾ വ്യക്തമാണ്. നാട്ടിലെ ആളുകളുടെയൊക്കെ തന്നെ ഒരു പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. കുട്ടിയുടെ വിയോഗം നാടിനെ സംബന്ധിച്ച് വളരെ വലിയൊരു മാനസിക പ്രയാസം അല്ലെങ്കിൽ ഒരു സങ്കടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.